മൂർഖൻ പാമ്പിന്റെ കടിയേറ്റ ഒരാളിന് പെട്ടെന്നുണ്ടാവുക ശ്വാസമുട്ടലാണ്. ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ മിഥുൻ, ക്രിട്ടിക്കൽ കെയർ വിഭാഗം ഡോക്ടറാണ്. ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ആദ്യം നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. മൂർഖൻ പാമ്പിന്റെ കടിയേറ്റ ഒരാളിന് പെട്ടെന്നുണ്ടാവുക ശ്വാസമുട്ടലാണ്. ശ്വാസമുട്ടൽ അഥവാ ശ്വാസതടസ്സം അനുഭവപ്പെടുമ്പോൾ ഒരു സ്റ്റീൽ ഗ്ലാസ് എടുക്കുക, അതിൽ ഒരു അര ഗ്ലാസ് വെള്ളം എടുക്കുക. പെട്ടെന്ന് തന്നെ ആ ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് നമ്മളെ വെള്ളത്തിലേക്ക് പെട്ടെന്ന് കലക്കി നല്ല കട്ടിക്ക് കലക്കി ആ ശ്വാസമുട്ടൽ കാണിക്കുന്ന ആളിന്റെ വായിലേക്ക് കുടിക്കാൻ കൊടുക്കുക. ഉപ്പ് ചെല്ലുമ്പോൾ പെട്ടെന്ന് ഛർദ്ദിക്കാൻ കഴിയും. ആ ഛർദ്ദിക്കുന്ന അവസ്ഥയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡോക്ടർമാർക്കും ഒരാളും പറഞ്ഞു തരാത്തൊരു കാര്യമാണിത്. അപ്പോൾ ഛർദ്ദിക്കുമ്പോൾ അവിടെ സ്റ്റോറായി നിന്ന കഫം മുഴുവനും പുറത്തേക്ക് പോകുകയും അപ്പോൾ നമുക്ക് കുറച്ച് സമയം കിട്ടും. ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ബാബ സുരേഷ് സാറ്. അദ്ദേഹത്തിൻ്റെ സാഹസികതയെ, അദ്ദേഹത്തിൻ്റെ പാമ്പുകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നോളജിനെ നമ്മൾ എല്ലാവരും ബഹുമാനിക്കേണ്ട കാര്യമുണ്ട്. പക്ഷേ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശാസ്ത്രമാണ് നിലനിൽക്കേണ്ടത്. ഇനി അദ്ദേഹം പറഞ്ഞ വാക്കുകളെ നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കാം. അദ്ദേഹം പറയുന്നത്, മൂർഖൻ കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഉപ്പുവെള്ളം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേഷ്യൻറ്റിനെ മാനേജ് ചെയ്യാൻ കുറച്ച് സമയം കിട്ടും എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് വളരെ തെറ്റായ ഒരു പ്രസ്താവനയാണ്. ഒന്നാമത്തെ കാര്യം, ഇങ്ങനത്തെ വീട്ടു ചികിത്സയോ നാട്ടു ചികിത്സയോ ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. കോബ്ര വെനം എന്ന് പറയുന്നത് വളരെ ഫാറ്റലായിട്ടുള്ള, വളരെ പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്യുന്ന ഒരു വെനമാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, ഉപ്പുവെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റ് വൊമിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വൊമിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ കോബ്ര വെനം ഒരു ന്യൂറോടോക്സിക് ആയിട്ടുള്ള വെനമാണ്. അപ്പോൾ ന്യൂറോടോക്സിക് ആയതുകൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ പേഷ്യൻ്റ് ചിലപ്പോൾ അൺകോൺഷ്യസ് ആവാനോ അല്ലെങ്കിൽ ഡ്രൗസി ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് പോകാനോ ചാൻസ് ഉണ്ട്. അപ്പോൾ പേഷ്യൻ്റ് വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വൊമിറ്റ് ചെയ്യുന്ന ഭക്ഷണ വസ്തുക്കൾ നേരെ ലങ്സിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് ലങ്സിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ആസ്പിറേഷൻ എന്നാണ് പറയുക. വളരെ മാരകമായിട്ടുള്ളൊരവസ്ഥയാണത്. ശ്വാസതടസ്സം ഉണ്ടാവുകയും നേരെ നമുക്ക് വെന്റിലേറ്ററിലേക്ക് കണക്ട് ചെയ്യേണ്ട ഒരവസ്ഥയുമാണ് ഉണ്ടാവാറുള്ളത്. ഇനി കോബ്ര ബൈറ്റിൽ നിന്ന് പേഷ്യൻ്റ് രക്ഷപ്പെട്ടാൽ തന്നെ ഈ ഒരു ആസ്പിറേഷൻ സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അതൊരു ആസ്പിറേഷൻ ന്യൂമോണിയ ആയിട്ട് മാറാനും ഒരുപാട് ദിവസം പേഷ്യൻ്റ് വെന്റിലേറ്ററിൽ കിടക്കാനുമുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മൂന്നാമത്തെ കാര്യം, ഒരു വിഷം നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞു നമ്മൾ ഉപ്പുവെള്ളം കൊടുത്ത് പേഷ്യൻറ്റിനെ വൊമിറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കാനുള്ള ചാൻസിനും അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസിനുമുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓൾറെഡി കോബ്ര ബൈറ്റ് എന്നുള്ളത് ശ്വാസതടസ്സം ഉണ്ടാക്കുന്ന വിഷമാണ്. അതായത് നമ്മുടെ റെസ്പിറേറ്ററി മസിൽസിനെയൊക്കെ വീക്കൻ ചെയ്യുന്ന അല്ലെങ്കിൽ പാരലൈസ് ചെയ്യുന്ന ഒരു വിഷമാണ് കോബ്ര ബൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും രോഗിക്ക് ശ്വാസതടസ്സം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ശ്വാസതടസ്സം കൂടിയ ഒരവസ്ഥയാണെങ്കിൽ എന്തുകൊണ്ടും മെക്കാനിക്കൽ വെന്റിലേറ്ററിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ പ്രയോറിറ്റി ബേസിസിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയാം. അതിൻ്റെ നടുവിൽ പേഷ്യൻ്റ് വൊമിറ്റും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നതിന് മുമ്പ് പേഷ്യൻറ്റിൻ്റെ ട്രക്കിയിലേക്ക് നമ്മൾ ട്യൂബ് ഇടാറുണ്ട്. ആ ട്യൂബാണ് വെന്റിലേറ്ററിലേക്ക് കണക്ട് ചെയ്യുക. ഈ ട്യൂബ് ഇടാനും നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥ ഉണ്ടാകാൻ കാരണമാണ്. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ ഉപ്പുവെള്ളം കുടിക്കുകയാണെങ്കിൽ ഉപ്പ് നമ്മുടെ ശരീരത്തിലെ അളവ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെള്ളം നിലനിർത്തുന്ന ഒരു വസ്തുവാണ്. അങ്ങനെ വെള്ളം നിലനിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡിൻ്റെ വോളിയം കൂടുകയും BP ഷൂട്ടപ്പ് ആവാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഈ വെനം അകത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ BP കൂടിയ ഒരവസ്ഥയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ വിഷം നമ്മുടെ വൈറ്റലായിട്ടുള്ള ഓർഗൻസിലേക്ക്, അതായത് നമ്മുടെ ഹാർട്ടിലേക്കോ അല്ലെങ്കിൽ ബ്രെയിനിലേക്കോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി മസിലായിട്ടുള്ള ഡയഫ്രത്തിലേക്കോ സർക്കുലേറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ റെസ്പിറേറ്ററി ഫെയിലിയറിലേക്കോ മരണത്തിലേക്കോ പോകാനുള്ള ചാൻസും കൂടുതലാണ്. അഞ്ചാമത്തെ കാര്യം ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഉപ്പുവെള്ളം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റ് വൊമിറ്റ് ചെയ്യുമ്പോൾ അതൊരു സ്ട്രെസ് റെസ്പോൺസാണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്, വൊമിറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും ഹാർട്ട് റേറ്റും BPയും ഷൂട്ടപ്പ് ആവുകയും വെനം പെട്ടെന്ന് സർക്കുലേറ്റ് ചെയ്യാൻ കാരണമാവുകയും ചെയ്യുന്നു. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വൊമിറ്റ് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഇൻട്രാ തൊറാസിക് പ്രഷർ, നമ്മുടെ നെഞ്ചിൻ കൂടിനുള്ളിലുള്ള പ്രഷർ വളരെ കൂടുതലാവുകയും ഓൾറെഡി കോബ്ര വെനം എന്നുള്ളൊരു ട്രിഗർ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഇൻട്രാ തൊറാസിക് പ്രഷർ കൂടുന്ന ഒരവസ്ഥ ഉള്ളത് കൊണ്ട് വാസോവേഗൽ സിസ്റ്റം ആക്ടിവേറ്റ് ആയിട്ട് പേഷ്യൻ്റ് കൊലാപ്സ് ആയി പോകാനോ അൺകോൺഷ്യസ് ആയി പോകാനുള്ള ചാൻസും കൂടുതലാണ്. ഹാർട്ടിൻ്റെ റിതം ചേഞ്ചസ് ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. ഏഴാമത്തെ കാര്യം ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഓൾറെഡി എന്തെങ്കിലും ഹാർട്ടിന് ഡിസീസോ അല്ലെങ്കിൽ കിഡ്നിയുടെ ഡിസീസോ അല്ലെങ്കിൽ ഹാർട്ടിന് ഡിസീസ് ഉണ്ടായിട്ട് ലങ്സിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയൊക്കെ ഉള്ളവരാണ്, അവരെയാണ് പാമ്പ് കടിക്കുന്ന ഒരവസ്ഥയെങ്കിൽ
നമ്മൾ ഉപ്പുവെള്ളം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലൂയിഡ് ഓവർലോഡ് എന്നൊരവസ്ഥയിലേക്ക് പോകാനുള്ള ചാൻസും കൂടുതലാണ്. ഹാർട്ടിന് ഓവർലോഡായിട്ട് മാറുകയും വീണ്ടും പൾമണറി എഡീമ എന്നൊരവസ്ഥ ഉണ്ടാക്കി ശ്വാസതടസ്സം ഉണ്ടാക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. സോ കോബ്ര ബൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ അത് നമ്മുടെ ടിഷ്യൂസിലാണ് ബൈറ്റ് ചെയ്യുക, സ്കിൻ ടിഷ്യൂവിലാണ് ബൈറ്റ് ചെയ്യുക. അത് ആ വിഷം പിന്നീട് ബ്ലഡിലേക്കും ലിംഫാറ്റിക്സിലേക്കും പോവുകയാണ് ചെയ്യുക. അല്ലാണ്ട് നമ്മൾ ഉപ്പുവെള്ളം കൊടുത്തിട്ട് വൊമിറ്റ് ചെയ്യിപ്പിക്കുന്നതിലൂടെ വിഷം പുറത്താക്കാൻ നമുക്കൊരിക്കലും സാധിക്കുകയില്ല. അത് ജസ്റ്റ് നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റിന് ഒരു ഡിലേ വരുത്തും എന്നല്ലാതെ ഒരു തരത്തിലുള്ള ഗുണവും ഇല്ലാത്ത ഒരു കാര്യമാണത്. ഗുണമല്ല, ദോഷം വരുത്തുന്ന ഒരു കാര്യമാണത്. സോ പാമ്പ് കടി ഏറ്റുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്: ഒന്ന്, രോഗിയെ ശാന്തനാക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ബിപിയും ഹാർട്ട് റേറ്റും കൂടാതെ അദ്ദേഹത്തെ ശാന്തനാക്കുക. രണ്ടാമത്തെ കാര്യം, കടിച്ച സ്ഥലം ഇമ്മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്, അനക്കാതെ വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഒരിക്കലും ടൂർണിക്കെ വലിച്ച് കെട്ടാനോ അല്ലെങ്കിൽ കടിച്ച സ്ഥലത്ത് ഐസ് വയ്ക്കാനോ അല്ലെങ്കിൽ ബ്ലേഡ് വെച്ചോ കത്തി വെച്ചോ കടിച്ച സ്ഥലം മുറിച്ചതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ വെനം സക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുകയോ ഒരിക്കലും ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ബാബ സുരേഷിനെ അങ്ങേയറ്റം ആദരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ആരോഗ്യത്തിൻ്റെ കാര്യം വരുമ്പോൾ നാം ശാസ്ത്രീയമായ വശം കൂടി നോക്കുന്നത് നല്ലതായിരിക്കും. ഒരു എമർജൻസി സിറ്റുവേഷൻ വരാൻ നേരത്ത് ഒരിക്കലും ഒരു തെറ്റായ വാർത്ത പ്രചരിക്കാൻ പാടുള്ളതല്ല. അത് വീണ്ടും ഗുരുതരമായിട്ടുള്ള അവസ്ഥകളിലേക്ക് നയിക്കാൻ കാരണമായേക്കും. പാമ്പ് കടിച്ചാലുള്ള ഫസ്റ്റ് എയ്ഡും എത്രയും പെട്ടെന്ന് തന്നെ ആൻറ്റിവെനം കൊടുക്കുക എന്നുള്ളതുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മൂർഖൻ്റെ വിഷത്തെ തോൽപ്പിക്കേണ്ടത് ഒരിക്കലും ഉപ്പുവെള്ളം കൊണ്ടല്ല, ശാസ്ത്രം കൊണ്ടാണ്. താങ്ക് യു സോ മച്ച്.